കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി ആരോപണത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പരാതിക്കാരൻ കൊടുത്ത കോടതിയലക്ഷ്യ കേസാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ. 10 കൊല്ലക്കാലത്തെ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ കാര്യങ്ങളാണ് അന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടത്. 3.25 വർഷം മാത്രമാണ് താൻ ചെയർമാനായിരുന്നത്. KM എബ്രഹാം മനഃപൂർവ്വമായി ഉണ്ടാക്കിയെടുത്ത കേസാണിതെന്നും ആർ ചന്ദ്രശേഖരന്റെ പരാതി. അതിൽ ഞാനോ അല്ലെങ്കിൽ മറ്റൊരാളോ ആ കേസിൽ ഒരു കമൻറ്റ് പോലും പറയേണ്ട കാര്യമില്ല. ഇത് 10 വർഷക്കാലത്തെ 2006 മുതൽ 16 വരെയുള്ള 10 വർഷക്കാലത്തെ ഈ കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ കാര്യങ്ങളാണ് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടത്. ആ 10 വർഷത്തിൽ 3.25 വർഷമാണ് ഞാൻ ഇതിൻ്റെ ചെയർമാനായിട്ടിരുന്നത്. ഞാൻ ചെയർമാനായിരുന്ന ഒരു സമയത്ത് 1 ടൺ തോട്ടണ്ടി പോലും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിട്ടില്ല. അപ്പോൾ KM എബ്രഹാമിനെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ ഈ കേസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഫിനാൻസ് സെക്രട്ടറി ആയിരുന്ന കാലത്താണ് മനഃപൂർവ്വമായി ഉണ്ടാക്കിയെടുത്തൊരു കേസാണ്. ആർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നായിരുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ തീരുമാനം. കോൺഗ്രസ് പ്രവർത്തകൻ പരാതിക്കാരനായ കേസിൽ UDF സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കുമെന്നാണ് ഇപ്പോൾ സാംസ്കാരിക കേരളം ഉറ്റുനോക്കുന്നത്. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്. യഥാർത്ഥത്തിൽ ഈ കോടതിയലക്ഷ്യം വളരെ കടുത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. 2005 മുതൽ 2015 വരെ കശുവണ്ടി വികസന കോർപ്പറേഷനിൽ നടന്ന അഴിമതിയെപ്പറ്റിയാണ് CBI അന്വേഷിച്ചത്. CBI അന്വേഷണത്തിൽ ഏതാണ്ട് 500 കോടിയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ കുറ്റപത്രത്തിൽ പ്രതികളായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ആർ ചന്ദ്രശേഖരൻ, കശുവണ്ടി വികസന കോർപ്പറേഷന്റെ മുൻ MD KA രതീഷ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. പിണറായി സർക്കാരിന്റെ കാലത്ത് 2020 കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷം 3 തവണ CBI പ്രോസിക്യൂഷൻ അനുമതി തേടി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചു. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ചന്ദ്രശേഖരനെയും ആർ ചന്ദ്രശേഖരനെയും KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകിയിരുന്നില്ല. ഇപ്പോൾ പുതിയ സർക്കാർ വന്ന ശേഷം ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഈ കേസിന്റെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ്. INTUCയുടെ സംസ്ഥാന പ്രസിഡന്റായ ആർ ചന്ദ്രശേഖരനെയും KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടുന്ന ഒരു സമീപനം നൽകുന്ന ഒരു സമീപനമല്ല കോടതിയിൽ ഇപ്പോൾ തുടക്കത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അഴിമതി CBIയുടെ അന്വേഷണത്തിൽ അഴിമതി കണ്ടെത്തിയിട്ടില്ലെന്നും അതിനുള്ള തെളിവുകളൊന്നും പര്യാപ്തമായ തെളിവുകൾ അന്വേഷണത്തിൽ ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്നുള്ള വാദങ്ങളാണ് ഇപ്പോഴും കോടതിയിൽ ഉന്നയിക്കുന്നത്. സർക്കാരുകൾ തുടർച്ചയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ മാറുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ VD സതീശൻ സർക്കാരിന്റെ അഴിമതി വിരുദ്ധതയുടെ മാറ്റുരയ്ക്കലായി ഈ കേസ് മാറും എന്ന കാര്യം ഉറപ്പാണ്. പ്രോസിക്യൂഷൻ അനുമതി നൽകിയില്ലെങ്കിൽ അത് വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദമായി പരിണമിക്കാനും സാധ്യതയുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.